ജന്മാദ്യസേതുന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേയ മുഖ്യന്തിയത് സൂര്യ തേജോവാരി മൃതാം യഥാവിനിമയോ എത്രത്തിതർഗോമുഷ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം വരന്തീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ സൂക്ഷ്മധ്യാനം സ്ഥൂലധ്യാനം രണ്ട് ധ്യാനത്തെക്കുറിച്ചാണ്. ധ്യാനം ശീലിച്ചിട്ട് അതിൻ്റെ പരിപൂർത്തിയിലെത്തിയിട്ട് എന്തുണ്ടാവും? വൈഷ്ണവം എന്ന് പറയുന്ന ആ പദത്തിലെത്തി ഏതെന്നാണോ ഉപനിഷത്തുകൾ അതുമല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞ അവസാനം ഏതാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നത്, ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഏതല്ല എന്ന് പറയാം. കൈയല്ല, കാണല്ല, കാതല്ല, മൂക്കല്ല, തൊക്കല്ല, ചെവിയല്ല, ഹൃദയവുമല്ല, മനസ്സുമല്ല, തലച്ചോറുമല്ല, ഒന്നുമല്ല. അങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ട് തീർച്ചയാണ്. കാരണം ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കണ്ടല്ലോ. അങ്ങനെ പറയുന്നത് നേതി നേതി ഇത്യാദി ദുസ്തി സൃഷ്ടം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏതാണോ അവശേഷിക്കുന്നത്. പേര് പറയാൻ പറ്റില്ല, ആകൃതിയില്ല, പേരുമില്ല, നിറമില്ല, മണമില്ല, ഒന്നുമില്ല. വിസിജതോരാത്മ്യമനന്നതോ ഹൃദോ ഹൃദോ ഭഗുക്യോഗപദംബദേ പദേ. ആ പരമാത്മതത്വത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആലിംഗനം ചെയ്യുക, അതുമായിട്ടാണ് ഒന്നാവുക എന്നുള്ള ഭാവത്തിൽ. പിന്നെ മരിച്ചാൽ അവന് ഗതിയേ ഉള്ളൂ, മുക്തി കിട്ടുന്നു. അങ്ങനെ കാലിൻ്റെ വിരൽ കൊണ്ട് ഗുദത്തെ അടയ്ക്കുന്നു. സ്വഭാഷ്ണിന പീഠ്യ ഗുദന്തതോ നിലം താനേഷു തന്നൂന മയേ ഉന്നമയേ ജിതക്ലമ നാഭ്യാം തിദാമൃത്തവരോത്തമേതുദാനഗത്യോരതിദന്തയോന്മിനി തതോനുസന്ധായ ദിയാമനസ്ഥീരതാലുമൂലം ജനകീർണയേത അവൻ പറഞ്ഞതാണ്. തത്മപ്രഭോരന്തരമുന്നയേതാ നിരുത്തതപ്താസേനോ അനപേക്ഷാം തിതാമുഹൂർത്താർത്ഥമകുണ്ടതിട്ടർ നിർബന്ധ്യമോത്തന്മസചേത് പരംഗത. അഷ്ടൈശ്വര്യസിദ്ധി, ബ്രഹ്മാവിൻ്റെ പദവി, അഷ്ടലോകത്തിൽ ആകാശത്തു കൂടെ ഉള്ള പല യോഗ്യതകളും കിട്ടുന്നു, പല സിദ്ധികളും ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ 24 വരെ പറഞ്ഞു അല്ലേ? ആണല്ലോ. വൈശ്വാനരം ജാതി വികായസാഗതാണ്. അടുത്ത് 26 പറഞ്ഞത്. അതോ അനന്തസ്യ മുഖാനലേന ദന്തക്യമാനസ് നിരീക്ഷ വിശ്വം നിര്യാഴ് സിജ്ജേശ്വര ദുഷ്ടതിഷ്ടവരാത്യന്തത് ഭാരമേട്ടെന്ന്. ചില ലോകത്തിൽ വളരെയധികം ചൂടുണ്ടാവും അനന്തൻ്റെ മുഖത്ത് നിന്നെന്ന് പറഞ്ഞു. നീ വൈകുണ്ഠ ലോകത്തിൻ്റെ പ്രത്യേകത തന്നെ എത്ര ശോകോ ന ജരാന മൃത്യുർ നാർത്തിർ ന ജ്യോദേക ഹൃദയകുദശിൽ ചിത്തദോധകൃപയാന്വിതം വിധാൻ ദുരന്ത ദുഃഖ പ്രഭവാനു ദർശനാൽ. ശോകമോ മോഹമോ ജരയോ നരയോ ഒന്നും യഥാർത്ഥമായിട്ടുള്ള വൈകുണ്ഠ ലോകത്തിൽ ഇല്ല. ചിത്തദോധ കൃപയാനിതം വിധാൻ ദുരന്ത ദുഃഖ പ്രഭവാനു ദർശനാൽ. മോക്ഷം കിട്ടുന്ന സ്ഥലത്ത് ജരയോ മൃത്യുവോ ശോകമോ ഭയമോ ഒന്നും ഉണ്ടായിരിക്കില്ല. തതോവിശേഷം പ്രതിപത്യ നിർഭയത്തേനാത്മനാഭോനലമൂർത്തിരത്വരൻ ജ്യോതിർമയോ വായുമുപേത്യകാലേ വായാത്മനാകം മൃഗതാത്മലിംഗം. തഥ അവിടെ നിന്ന് വിശേഷം പൃഥിവീരൂപത്തെ പ്രതിപത്യ പ്രാപിച്ചിട്ട് നിർഭയനായിട്ട് തേനാത്മന ആ രൂപത്തോടു കൂടെ ആപപ്രതിപത്യ ജല ആത്മതയെ പ്രാപിച്ചിട്ട് അത്വരൻ ത്വരതയോടു കൂടിയവനായിട്ട് ജ്യോതിർമയ ജ്യോതിസ്വരൂപനായിട്ട് കാലത്തിൽ വായുആത്മന വായുസ്വരൂപത്തോടു കൂടിയ മൃഗത്തായും ആത്മലിംഗം ആത്മാവിൻ്റെ അടയാളത്തോടും കൂടിയതായും ഇരിക്കുന്ന ആകാശത്തെ പ്രാപിക്കുന്നു. ഓരോ മരണശേഷം ഉണ്ടാകുന്ന ഗതികളാണ്. ആകാശം ആത്മകതയെ പ്രാപിക്കുന്നു. ആകാശാത്മകത എന്ന സ്വരൂപമോ ആകൃതിയോ ഇല്ലാത്തത്. തതോ വിശേഷം പ്രതിപത്യ നിർഭയത്തേനാത്മനാപോനലമൂർത്തിരത്വരൻ ജ്യോതിർമയോ വായുമുപേത്യകാലേ വായുആത്മനാ ഖം ഖം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശാത്മകതയെ പ്രാപിക്കുന്നു. വായുആത്മനാ ഖം ഖം ആകാശം എന്ന് അർത്ഥമുണ്ട്, ഇന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. മൃഗതാത്മലിംഗം ഇവിടെ ആകാശം എന്നാണ് അർത്ഥം. ഘ്രാണേന ഗന്ധൻഡസനേന വേരതൻ രൂപന്തു ദിട്ട്യാസുതനന്ദജേവ ശ്രോത്തേണ ജോപേത്യനഭോ ഗുണത്വം പ്രാണേണ ജാഗൂതിമുപേതി യോഗിം. അപ്പോൾ തരത്തിലുള്ള ചില പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറയുന്നത്. ഘ്രാണേന മൂക്ക്, ഘ്രാണം കൊണ്ട്, ഗന്ധം ഗന്ധത്തെയും,
രസനേന നാവ് കൊണ്ട് രസത്തെയും, രസന എന്ന് പറഞ്ഞാൽ നാവാണ്. രസന എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നതിന് രസന എന്ന് പറയും, പൊടി പോലെ രസന കലക്കി കുടിക്കുക. അത് രസമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്, നാവിന് രുചിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ വേറിട്ടത്. അപ്പോൾ രസന എന്ന് പറഞ്ഞാൽ ശരിക്കും നാവാണ്. രസന കൊണ്ട്, നാവ് കൊണ്ട് രസത്തെയും, ദിഷ്ട്യ കണ്ണുകൊണ്ട് രൂപത്തെയും, കണ്ണുകൊണ്ടാണല്ലോ രൂപത്തെ കണ്ട് മനസ്സിലാക്കുന്നത്. ത്വച ഏവ ത്വക്ക് കൊണ്ട് ശ്വസന സ്പർശത്തെയും, ശ്രോത്രേണ ശ്രോത്രം കൊണ്ട് ശബ്ദാത്മകതയും, നഭോഗുണത്വം ആകാശത്തിലുള്ള ശബ്ദത്തെയും ഉപേത്യ പ്രാപിച്ചിട്ട്, പ്രാണേന ഇന്ദ്രിയം കൊണ്ട് ആകൂതിയും ക്രിയയെ യോഗിയായ പുരുഷൻ ഉപേതി പ്രാപിക്കുന്നു. അതാത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ അനുഭവിച്ച പ്രാണേന ചാകൂതി ഉപേതി യോഗിയായ യോഗി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് യോഗിയായിട്ടുള്ള പുരുഷൻ പ്രാണേന ആകൂതിയും ക്രിയയെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഓരോരോ ക്രിയകൾ പ്രാപിക്കുന്നു. സഭൂത സൂക്ഷ്മേന്ദ്രിയ, അതായത് കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, സ്പർശം കൊണ്ട് അറിയാം, ഒക്കെ ക്രിയകളിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ അതാണ് ക്രിയകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സഭൂത സൂക്ഷ്മേന്ദ്രിയ തന്യകം മനോമയം ദേവമയം വികാര്യം സംസാദ്യഗത്യ സഹതേനയാദി വിജ്ഞാനദത്തം ഗുണസന്നിരോധം. സ അവൻ ഭൂതസൂക്ഷ്മേന്ദ്രിയ സന്നികർഷം, ഭൂതസൂക്ഷ്മങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ലയസ്ഥാനമായും മനോമയമായും ദേവമയമായും ഇരിക്കുന്ന വികാര്യം അഹങ്കാരത്തെ സംസാദ്യ പ്രാപിച്ചിട്ട്, തേന സഹ അതോടുകൂടിയുള്ള ഗതി കൊണ്ട് ഗുണസന്നിരോധം ഗുണങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന മഹത്വത്വത്തെ പ്രാപിക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്നിലും ലയിച്ച് മഹത്തത്വത്തിൽ പ്രാപിക്കുന്നു. മഹത്വത്തെ എല്ലാറ്റിൻ്റെയും വിത്താണെന്ന് നേരത്തെ ഒരിക്കലും പറയേണ്ടായി. ആ അഹങ്കാരത്തെ പ്രാപിച്ച് മഹത്തത്വം എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരം എന്ന് ഓർത്തുണ്ട്, അതിനെ പ്രാപിക്കുന്നു. സഭൂത സൂക്ഷ്മേന്ദ്രിയ തന്നികഷം മനോമയം ദേവമയം വികാര്യം സംസാദ്യഗത്യാത കഥേനയാദി വിജ്ഞാനദത്തം ഗുണസന്നിരോധം മഹത്തത്വാദികളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നാണ് ഉണ്ടാവുക, അതിൽ തന്നെ പോയിട്ട് ലയിക്കുകയും ചെയ്യുന്നു. അഹങ്കാരം, താമസം, രാജസം, സാത്വികം എന്നീ 3 വിധത്തിലാണ് താമസാഹങ്കാരത്തിൽ നിന്ന് ജഡഭൂത സൂക്ഷ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതിൽ തന്നെ പോയിട്ട് ലയിക്കുന്നു എന്നർത്ഥം. ഗുണങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന പ്രാധാന്യം മുകളിൽ പറഞ്ഞ ഓരോന്നിനെയും അവയുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളിൽ ലയിപ്പിച്ചിട്ട് പ്രകൃതി സ്വരൂപനായിട്ട് ഭവിക്കുന്നു എന്ന് സാരം. ഘ്രാണേന ഗ്രന്ഥം, രസനേന രസം, രൂപന്തു ദൃഷ്ട്യ, അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ഈ ലോകത്തിലെ ഓരോരോ തന്മാത്രകൾ ഉണ്ടാവുന്നത്. അത് അതിൽ തന്നെ ലയിച്ച് പ്രകൃതിയായിട്ട് ഈ യോഗി ലയിക്കുന്നു. ശരീരം എടുത്തിട്ട് ഇവിടെ വന്നാൽ ശരീരം പോകുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കണം. എന്നിട്ടാണ് ആത്മാവ് ഇവിടുന്ന് പോകുന്നത്. അവിടെയാണ് അഗ്നിക്ക് ഇരയാക്കുമ്പോൾ അവിടെ അഗ്നിയായി ശരീരം ദഹിപ്പിക്കുമ്പോൾ വായുവിനോട് കൂടി ലയിക്കുന്നു. ഭൂമിയിലാണ് കൊണ്ട് ഗന്ധത്തിനോട് ഭൂമിയിലേക്ക് ലയിക്കുന്നു. ശബ്ദസ്പർശ രൂപരത്ത ഗന്ധങ്ങളൊക്കെ അതിലേക്ക് ലയിക്കും. വെള്ളത്തിനോട് ലയിപ്പിക്കാനാണ് ഒരു കുടം വെള്ളം പൊട്ടിച്ചിടുന്നത്, ലയിപ്പിക്കും. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഈ ശരീരത്തെ ലയിച്ചു എന്നാണ് അർത്ഥത്തിൽ. കുടം പിന്നാക്കടലുണ്ട്, പച്ചക്കുടത്തിൽ വെള്ളം എടുത്തിട്ട്. അപ്പോൾ 5 ഭൂതങ്ങളെ ആണ് ശരീരം, അതിലേക്ക് ലയിപ്പിച്ചു. പിന്നെ അവിടെ ഒന്നുമില്ല, ശരീരമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും അവിടെ ഇല്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് 1 വർഷത്തോളം മറ്റൊന്നായിട്ട് ജനിക്കാതെ നിൽക്കുന്നു. 1 വർഷം കഴിഞ്ഞാൽ ഒന്നെങ്കിലോ ജനിക്കുക അല്ലെങ്കിൽ മുക്തി പ്രാപിക്കും. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞാൽ പിതൃകർമ്മങ്ങൾക്ക് ഒരർത്ഥവും പിന്നെ ഇല്ല, യാതൊരു അർത്ഥവും ഇല്ല. ആ 1 കൊല്ലം മാത്രമാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ചിലപ്പോൾ നരകദുഃഖങ്ങൾ അനുഭവിക്കാനൊക്കെ ഉണ്ടാവുന്നത്. മരിച്ച ആത്മാവ് ശാശ്വതമായിട്ടൊന്നുമില്ല. 1 വർഷം എടുക്കും ഇത് വേറൊന്നായിട്ട് ജനിക്കാമെന്നാണ്. അതിലിടയ്ക്കാണ് ഈ നരകപ്രയോഗം. അപ്പോൾ അത് കുറയ്ക്കാനാണ് 1 വർഷത്തിൽ ചെയ്യേണ്ട പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന വേണം. അത് നിർബന്ധമാണ്. സംസ്കാരം, പിന്നെ പിണ്ടാദി കാര്യങ്ങൾ, 1 സംവത്സര ശ്രാദ്ധം, പിന്നെ ഒന്നും വേണ്ട. നിർബന്ധമൊന്നുമില്ല. വേണച്ചാൽ നമ്മൾ ഓർക്കാൻ വേണ്ടി ചെയ്യണം. താത്വികമായിട്ട് അതിന് അർത്ഥമില്ല എന്നാണ് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. 1 വർഷത്തോളം ഒക്കെ ഉണ്ട്. കാരണം അത് മറ്റൊന്നായി മാറാൻ 1 കൊല്ലം എടുക്കും. അതുകൊണ്ട് പിന്നെ എല്ലാ കൊല്ലവും ചാത്തോട്ടലിനൊന്നും
താത്വികമായിട്ട് അർത്ഥം ഇല്ല. പറയാനൊന്നും പോണ്ട, ചിലർക്ക് ഇഷ്ടാവില്ല. തേനാത്മനാത്മാനമുപേതി ശാന്തമാനന്ദമാനന്ദമയോവസാനേ ഏതാംഗതിം ഭാഗവതിംഗതോയസ്തവേ പുരസ്നേഹ വിഷജ്ജതേങ്ക. തേന ആത്മന, ആ സ്വരൂപത്തോടു കൂടി, ആനന്ദസ്വരൂപമായിട്ട്, ശരീരമൊക്കെ പോയില്ലോ, അങ്ങനെ ആനന്ദമയമായിട്ട് ആത്മാവ് മാറുന്നു. അവസാനത്തിൽ ആനന്ദസ്വരൂപമായും ശാന്തമായും ഇരിക്കുന്ന ആത്മാനം പരമാത്മാവിനെ ഉപേതി പ്രാപിക്കുന്നു. പിന്നെ ഈ ആത്മാവ് എവിടേക്കാണ് പോണത്? പരമാത്മാവിനോട് കൂടിയിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവതിയും ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ചിരിക്കുന്നതായ ഏതാം ഗതിയും, ഈ ഗതിയെ യാതൊരുവൻ ഗമിച്ചവനോ അവൻ, ഹേ പൂജ്യ, പിന്നെ ഈ സംസാരത്തിൽ ചേരുന്നില്ല. ഏത് ധ്യാനങ്ങളെ കൊണ്ടും ഉയർന്നിട്ടുള്ള ഒരു ജീവന ആത്മാവ് വീണ്ടും സംസാരത്തെ പ്രാപിക്കുന്നില്ല. തേനാത്മനാത്മാനമുപേതി ശാന്തമാനന്ദമാനന്ദമയോവസാനേ. അതുവരെ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം എന്താണ്? അവസാനം ആനന്ദമയമായിട്ട് ആത്മാവ് മാറും. ധ്യാനമാണെങ്കിൽ ഈശ്വരോപാസനയെ ശീലിച്ചവൻ ആനന്ദമയമായിട്ട് മാറുന്നു. ഏതാംഗതിയും ഭാഗവതിംഗതോയ സവേ പുനർനേക വിഷജ്ജതേങ്ക. വീണ്ടും വിഷയത്തിലേക്ക് അധപ്പതിക്കുന്നില്ല. ഏതേ സ്ഥിതി തേ നൃപദ്വേദഗീതേ തയാഭിപൃഷ്ടേക സനാതനേ ച ഏവൈ പുരാ ബ്രഹ്മണാകപൃഷ്ടാരാധിതോ ഭഗവാൻ വാസുദേവ. ഏ രാജാവേ, പരീക്ഷത്തിനോട് പറയണം, വേദഗീതേ, വേദത്തിൽ പറയപ്പെട്ടവയും, ത്വയാ, നിന്നാൽ ചോദിക്കപ്പെട്ടവയും, നീ ചോദിച്ചതനുസരിച്ചിട്ട് ഞാൻ എന്തു പറഞ്ഞു? വേദഗീതേ, വേദത്തിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്, എൻ്റെ സ്വന്തമല്ല. സനാതനേച്ച, അവ എല്ലാ കാലത്തും ഒരുപോലെയാണ്. എത്ര കാലം കഴിഞ്ഞാൽ ഇതിനൊന്നും മാറ്റം ഇല്ല. സനമുണ്ട്, സനാതനം പേരെന്നെ പറഞ്ഞത്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഇത് ബാധകമാണ്, അപ്ലിക്കബിളാണ്. അതുകൊണ്ട് സനാതനേ ഏതേ ശ്രുതി. ഈ രണ്ട് മാർഗങ്ങൾ, ഒന്ന് അർച്ചിരാധിഗതി, പെട്ടെന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നതും, പിന്നൊന്ന് മെല്ലെ പ്രാപിക്കുന്നതും. സദ്യോ മുക്തി ക്രമമുക്തി എന്നാണ് അതിന് പറയുന്നത്. ഒന്ന് പെട്ടെന്ന് മുക്തി കിട്ടുക, പിന്നൊന്ന് സാവധാനം മുക്തി കിട്ടുക. ലോകങ്ങളിൽ കൂടെ പോയി 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 കിട്ടുന്നതാണ് ക്രമമുക്തി. പെട്ടെന്ന് തന്നെ ഈ ജന്മം കൊണ്ട് കിട്ടുന്നതാണ് സദ്യോ മുക്തി. ആ രണ്ടെണ്ണമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സദ്യോ മുക്തി, ക്രമമുക്തി. ഇവിടെ പറയപ്പെട്ടു വൈ, യാതൊന്നുകൾ പുരാ പണ്ട് ആരാധിത, പൂജിക്കപ്പെട്ട ഭഗവാൻ വാസുദേവ. ഈ രണ്ട് മാർഗങ്ങളിൽ കൂടിയിട്ടാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്. ചോദിക്കപ്പെട്ടതായിട്ട് ബ്രഹ്മാവിനായി കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ ശ്രീ വാസുദേവൻ നേരിട്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൂടിയാണ് ഇത്. ചോദിച്ചപ്പോൾ ജീവൻ്റെ പ്രയാണങ്ങൾ, സദ്യോ മുക്തി ക്രമമുക്തി, പെട്ടെന്ന് തന്നെ ഈ ജന്മം കൊണ്ട് മുക്തി കിട്ടുക, കുറേ ലോകങ്ങളിൽ കൂടെ പോയി ജനിച്ച് പിന്നീട് കിട്ടുക, രണ്ടും മുക്തി തന്നെയാണ്. പക്ഷെ ഒന്ന് മെല്ലെയാണ്, ഒന്ന് പെട്ടെന്നാണ്. ക്രമമുക്തി മെല്ലെയാണ്, സദ്യോ മുക്തി പെട്ടെന്നാണ്. സദ്യോ എന്ന് പറഞ്ഞാൽ വേഗം. ആ രണ്ട് മുക്തിമാർഗങ്ങൾ വേദത്തിൽ പറയപ്പെട്ടതനുസരിച്ചിട്ട് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. നക്യതോന്ന ശിവപന്ത വിശദസംപ്രദാവിക വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യഥോ ഭവേൽ. കുറേ വിഷമം ഉള്ളതായിട്ടുള്ള ചില ഭാഗങ്ങളാണ്. ഏതായാലും അത് കഴിഞ്ഞു, സമാധാനമായി. ഹൈവേയിലേക്ക് കടന്ന പോലെയാണ്, ഇനി കട്ട് റോട്ടിൽ ഹൈവേയിലേക്ക് കഴിഞ്ഞ പോലെ എന്നാണ് ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പറയാം. ഇത് കഴിഞ്ഞ ഭാഗങ്ങളും അങ്ങനെയാണ്. അതിന് അർത്ഥത്തിനെ കുറിച്ച് നമ്മൾ അത്ര ചിന്തിക്കേണ്ട. പക്ഷെ അതെന്താണെന്ന് അറിയേണ്ട വായന ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി പറയുകയാണ്, ഇതല്ലാത്ത ഒരു നല്ല മാർഗം വേറെ ഇല്ല കേട്ടോന്ന്. ഈ സദ്യോമുക്തിയും ക്രമമുക്തിയും ഈശ്വരനെ ധ്യാനിച്ച് അവിടേക്ക് എത്തുക എന്നല്ലാതെ ഇതിന് വേറെ ഷോർട്ട് കട്ടോ എളുപ്പമാർഗമോ ഇല്ല. നക്യതോന്യ ശിവപന്ഥ, അന്യശിവപന്ഥ ന, വേറെ ശുഭമാർഗങ്ങളൊന്നും ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊന്നും വയ്യ തോന്നിയ വൃത്തിയൊന്നുമില്ല. അവർക്ക് മുക്തി അവിടേക്ക് എത്താനോ സാധ്യമല്ല. നക്യതോ അന്യശിവപന്ഥ വിശതസംപ്രദാവിക വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യഥോഭവൻ. ഭഗവാനാകുന്ന വാസുദേവനിൽ ഭക്തിയോഗം കൊണ്ട് ഭവിക്കുന്ന മാർഗത്തേക്കാൾ വേറെ ഒരു മാർഗം ഇല്ല.
ഭഗവത് ഭക്തി അല്ലാതെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കുന്നും തോന്നണില്ല. അതുകൊണ്ട് ഭക്തി ഉണ്ടാവുക, ഈശ്വരോപാസന ചെയ്യുക, സദ്യോമുക്തിയോ ക്രമമുക്തിയോ വന്നു ചേരട്ടെ, അതിൻ്റെ പാട്ടിന് അത് വന്നു ചേരട്ടെ. അപ്പം തന്നെ അതിനെ നമ്മൾ തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ബ്രഹ്മകാർണേന ത്രിരന്വീക്ഷ്യമനീഷയാ തദത്യവസ്ഥയിൽ കൂടത്തോരിതിരാത്മന്യതോ ഭവേൻ. ബ്രഹ്മാവ് 3 പ്രാവശ്യം വേദങ്ങൾ പരിപൂർണമായിട്ട് തെരഞ്ഞു. ബ്രഹ്മതത്വത്തെ, മോക്ഷത്തിന് മാർഗത്തെ വലുതും കിട്ടാണ്ടോ എവിടെയെങ്കിലും ചകഞ്ഞിട്ട്? ഒന്നും കിട്ടിയില്ല. ത്രിരന്വീക്ഷ്യ 3 പ്രാവശ്യം അന്വേഷിച്ചു. എന്താണ് ജീവൻ്റെ ആത്മാവിൻ്റെ സുഖത്തിൻ്റെ തത്വം? തദത്യവസ്യത് കൂടത്തോരെതിരാത്മന്യതോ ഭവൻ. യാതൊന്നും കിട്ടിയില്ല. ഭക്തി മാത്രം ഒടുവിൽ കണ്ടെത്തി എന്നാണ്. രതിരാത്മനി, രതി ഭക്തി ആത്മനി, ആത്മാവിൽ. ആത്മാവിനുള്ള രതിയെ കണ്ടെത്തി, മറ്റു മാർഗം ഇല്ല. വളരെയൊക്കെ തിരഞ്ഞിട്ടും ബ്രഹ്മാവിന് ഭക്തി ഒഴികെ ബാക്കിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭക്തി മാത്രമാണ് സംസാരത്തിൽ നിന്നും ജന്മമരണങ്ങളിൽ നിന്നും മുക്തി കിട്ടാനുള്ള മാർഗം, ശ്രീഹരിയെ പ്രാപിക്കാനുള്ള മാർഗം ഭക്തി ഉണ്ടാവുക എന്നല്ലാതെ വേറെ മാർഗങ്ങളോ കർമ്മങ്ങളോ ഇല്ല എന്ന് ബ്രഹ്മാവ് തീർച്ചപ്പെടുത്തി. ഭഗവാൻ സർവഭൂതേഷു ലക്ഷിതാത്മനാഹരി തശ്യർബുദ്ധ്യാദിവിത്തട്ടാലിട്ടനുമാപകൈ. പറയണ ഭഗവാൻ ജ്ഞാനാദിപരിപൂർണനായിരിക്കുന്ന ഹരി, ഭഗവാൻ തന്നെ ഹരി, സർവഭൂതേഷു സകല ഭൂതങ്ങളിലും ദൃശ്യൈ ജഡങ്ങളായും ബുദ്ധ്യാദികളെ കൊണ്ടും അനുമാപകെ അനുമാനിക്കാൻ ഉപകരിക്കുന്ന ലക്ഷണങ്ങളെ കൊണ്ടും അന്തര്യാമി രൂപേണ സ്വാത്മന ദ്രഷ്ടാവായിട്ട് കാണപ്പെട്ടിരിക്കുന്നു. അനുഭവിച്ചറിഞ്ഞതിൽ അല്ലാതെ ഭക്തി ഉണ്ടാവുമോ? എല്ലാവരും അനുഭവിച്ചവരല്ല, പിന്നെ അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ പറ്റുമോ എന്നൊരു സംശയത്തിന് ഇവിടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ അറിയപ്പെടാൻ പറ്റിയ ആളല്ല. നമ്മളിപ്പോൾ ശംഖചക്രം ഗത എന്നൊക്കെ പറയണു, ഇതല്ലല്ലോ ഭഗവാൻ, നമ്മൾ കൊടുത്തൊരു രൂപം മാത്രമാണ്. അപ്പോൾ സത്യത്തിൽ അതിനെ അറിയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അറിയാത്ത ഒന്നൊരു ഭക്തി ഉണ്ടാവുക എന്നുള്ള ചോദ്യം ചിലർ ചോദിക്കുകയാണെങ്കിൽ, ഭഗവാനിൽ രതി കൊണ്ടേ ഇത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അറിഞ്ഞിട്ട് ആസ്വദിക്കാൻ പറ്റില്ല, ആസ്വദിച്ചിട്ട് അറിയാനേ പറ്റൂ. ചിലതൊക്കെ അങ്ങനെയാണ്. ചില പറയും ഭാഗവതം പഠിച്ചിട്ട് വായിച്ചാൽ മതിയിട്ടോ, അല്ലെങ്കിൽ തെറ്റും. പഠിച്ചിട്ടേ ഇത് മുഴുവൻ പഠിച്ചിട്ട് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. വായിച്ച് പഠിക്കാനേ പറ്റൂ. വായിച്ച് അങ്ങനെയാണ് പഠിക്കുക. രണ്ടിതൊക്കെ പഠിച്ചിട്ട് വായിച്ചതെന്ന് വെച്ചാൽ ഈ ജന്മം എന്നല്ല, അനവധി ജന്മങ്ങളെ കൊണ്ടും പഠിപ്പ് തീരില്ല. എന്നിട്ട് വേണ്ടേ പഠിച്ച് വായിക്കാൻ? വായിച്ച് പഠിക്കാം. വായിച്ച് അങ്ങനെ പഠിക്കുക. അല്ലാണ്ട് മുഴുവൻ പഠിച്ചിട്ട് എന്ന പോലെ ഇവിടെ പറഞ്ഞിരിക്കണം. അനുഭവിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഭക്തി ഉണ്ടാവുക. നമുക്കൊരു സംഗതികളോട് എങ്ങനെയാണ് അത് നന്നെന്ന് തോന്നുക? നല്ലൊരു ഫ്രൂട്ട് കഴിച്ചാൽ കുറച്ചും കൂടി കഴിക്കണമെന്നും കഴിച്ചുകൊണ്ടല്ലേ തോന്നണം? അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ വല്ലതും തോന്നുമോ? എന്താ അതെന്ന് ചിലപ്പോൾ ഒരു കൗതുകം തോന്നും, അത്രയേ ഉള്ളൂ. എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. അറിഞ്ഞിട്ട് ആസ്വദിച്ചിട്ട് അവിടേക്ക് എത്താനൊന്നും സാധ്യമല്ല. അറിഞ്ഞിട്ടേ ആസ്വദിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. ആസ്വദിച്ചിട്ട് അറിഞ്ഞിട്ടും ഭക്തി ജനിപ്പിച്ചിട്ടും അറിയാനേ പറ്റൂ. അങ്ങനെ അവസാനമേ അറിവുണ്ടാവുള്ളൂ. ആദ്യം അറിഞ്ഞിട്ടൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല. ഭഗവാൻ സർവഭൂതേഷു ലക്ഷിതാത്മനോക ദിശ്യേർ ബുദ്ധ്യാധിപർ ദ്രഷ്ട. കണ്ണ്, ബുദ്ധി മുതലായിട്ടതേ കൊണ്ടെല്ലാം അറിഞ്ഞ് അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിച്ച് അറിയാനേ പറ്റൂ. അനുഭവം കൊണ്ടേ അറിയാൻ തന്നെ പറ്റുള്ളൂ എന്നർത്ഥം. അല്ലാണ്ട് അറിഞ്ഞിട്ടാവാം അതിനെ നമ്മൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പിന്നെ അപ്പോൾ എങ്ങനെയാണ് അറിയുക? അല്ലെങ്കിൽ ആസ്വാദനം എങ്ങനെ ഉണ്ടാവുക? അറിഞ്ഞിട്ടല്ല എന്നിപ്പോൾ ഇവിടെ പറഞ്ഞു. ദൃശ്യേർ ബുദ്ധ്യാധിപർ ദ്രഷ്ട ലക്ഷണേന അനുമാപകൈ. അന്തര്യാമിയായിരിക്കുന്ന ലക്ഷണങ്ങളെ കൊണ്ടും ദ്രഷ്ടാവായിട്ട് കാണപ്പെട്ടിരിക്കുന്നു. എങ്ങനെ അറിയാം? കണ്ടിട്ടോ ആദ്യം അറിച്ചിട്ടോ ബുദ്ധി കൊണ്ടോ അറിഞ്ഞിട്ടല്ല നമ്മൾ ഭഗവാനിൽ എത്തണത്. അവസാനം എത്തണുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അവസാനമല്ലേ അറിയണുള്ളൂ ശരിക്ക്.
ആദ്യം അറിഞ്ഞിട്ടല്ല, എന്തൊക്കെയോ നമ്മൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഏറ്റവും ആദ്യം വേണ്ടത്? അറിയാൻ തന്നെ വിഷമാണെന്ന് പറയണു, ഭക്തി കൊണ്ട് അറിയാമെന്നും പറയണു. എങ്ങനെ ഭക്തി ഉണ്ടാവും? അതാണ് അവസാനത്തെ ശ്ലോകം. പിബന്തിയേ ഭഗവത ആത്മനസ്തതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം. ഇപ്പം ചെയ്യണത് തന്നെ ചെയ്യുക, കഥകൾ ധാരാളം കേൾക്കുക. വെറും കഥയാണോ ഇപ്പം നമ്മൾ പറഞ്ഞത്? എത്ര തത്വങ്ങളുണ്ടതിൽ, എത്ര ഗഹനാശയങ്ങളാണ് ഈ 2-ാമത്തെ അധ്യായത്തിൽ വരുന്നത് അറിയോ? നമുക്കെന്നെ പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കടുകട്ടി വേദാന്തമാണ് 2-ാമത്തെ അധ്യായം, ഭാഗവതം സ്കന്ധം. അപ്പോൾ ആ കഥയിൽ കൂടിയിട്ട് അതിനെ ലളിതമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഭാഗവത സമ്പ്രദായം തന്നെ. അതുകൊണ്ട് ആദ്യം വേണ്ടത് കഥകൾ കേൾക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക. ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടുമില്ല. വെടി പൊട്ടിക്കണം, ആനയെ കൊണ്ടുവരണം, ഗാനമേള നടത്തണം, സിനിമപ്പാട്ട് നടത്തണം, എത്ര ലക്ഷങ്ങളാണ് ചിലവാക്കണം. ഇതൊക്കെ ഇവിടെ ഇട്ട് പോകാനല്ലേ പറ്റൂ. എന്തെങ്കിലും നമുക്ക് മേൽക്കൊണ്ട് പ്രയോജനമുള്ളതാണോ? അതുകൊണ്ട് ഈ ഭാഗവതം നടത്തുക, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൽ ലളിതമായിട്ട് ഉപാസിക്കുക, അതിനുള്ള വഴിയെത്തുക, അതൊക്കെ അല്ലേ സത്യത്തിൽ വേണ്ടത്? അതുകൊണ്ട് പിബന്തിയേ ഭഗവത ആത്മനസ്തതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം. 5-8 ഡ്രമ്മും വേണ്ട ഉപകരണങ്ങളും കൊട്ടിയടിച്ച് ചെവി പൊട്ടിക്കണത് കേൾക്കാനല്ല ഈ ചെവി തന്നിരിക്കണത്, മനസ്സിലായിക്കൊള്ളുക. പിബന്തിയേ ഭഗവത ആത്മനസ്തതാം, ഭഗവാന്റെ കഥകളെക്കുറിച്ച് കേൾക്കാനാണ് ഈ ചെവി തന്നിരിക്കുന്നത്. കഥാമൃതം ശ്രവണപുടേഷു സംവൃതം പുനന്തിതേ വിഷയവിദൂഷിതാശയ. ലോകത്തിലുള്ള എല്ലാ അതിലുള്ള ആസക്തി നമുക്ക് തന്നെ ഇല്ലാണ്ടാവും. ഒന്നിനും അതൊന്നും വേണം എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. ആനയോ പടക്കോ വെടിക്കെട്ടോ ഇതൊക്കെ എന്താ ആത്മീയ? ആത്മീയമല്ല കേട്ടോ, ഒരാത്മീയം അതിനകത്തില്ല. തോന്നിയ കുത്ത് കാട്ടുക എന്ന് പറയാം വേണമെങ്കിൽ. വ്രജന്തി തച്ചരണതരോരുഹാന്തികം. ആ കഥകൾ കേട്ട വിഷയാശയങ്ങൾ മനസ്സിൽ നീക്കി ഭഗവത് പാദത്തെ നമുക്ക് എത്തിച്ചേരാം. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കമാണ്. അപ്പോൾ അത് കായേന വാചാ മനസേന്ദ്രിയർവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.